بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إلى حضرة النبي سيدنا محمد صلى الله عليه وسلم، وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد صلاة ترضيك وترضى بها عنا يا أرحم الراحمين. اللهم أوصل ثواب ما قرأناه من القرآن العظيم وما صليناه هدية منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم، وإلى حضرة جميع الأنبياء والأولياء والعلماء والشهداء والصالحين، خصوصا إلى حضرة سيد فضل وأما المرحوم. اللهم إلى حضرة آبائنا وأمهاتنا وجميع قائمنا، اللهم اغفر لنا ولهم يا أرحم الراحمين. اللهم بارك لنا في قلوبنا وأسماعنا وأبصارنا، اللهم بارك لنا في اجتماعنا هذا يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ,
ഉറുദുവിലും ഇംഗ്ലീഷിലും കന്നഡയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 2 വാക്കായി മലയാളത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. 2 വാക്ക് എന്ന് പറഞ്ഞത് വളരെ സത്യമാണ്, അത്ര മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സയ്യിദ് ഫضൽ ഹാമിദ് കോയമ്പത്തങ്ങൾ മഹാനായ താജുലമയുടെ മകൻ ഉള്ളാളത്തും അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിലും ഖാദിയായിരുന്ന മഹാനവറുകൾ പെട്ടെന്ന് മരണപ്പെട്ട് നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി. ആ സമയത്ത് നാം ഓർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് നമ്മൾ പോകുന്നത് എന്നാർക്കും അറിയാൻ കഴിയില്ല. അഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു തആല പിന്തിച്ചിടുകയില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ആകണമെന്നും അല്ലാഹു തആലയിലേക്ക് അടുക്കാൻ വേണ്ടി ആകണമെന്നും നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഖാദിയെ സംബന്ധിച്ച് ഡോക്ടർ സയ്യിദ് സഖാഫി ജോളിക്കോട് നിങ്ങളോട് പറഞ്ഞു തരികയും ചെയ്തു. ഇനി അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പിന്നെ ഒരൊറ്റ കാര്യം ഉള്ളത്, ഒരു പിതാവ് മകളെ വിവാഹം ചെയ്ത് കൊടുത്ത് ഭർത്താവിനോട് സമ്പത്തുക്ക എന്ന് പറഞ്ഞു. അദ്ദേഹം കവിയത്ത് സ്വീകരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ മകളെ ഒഴിവാക്കാൻ ബാപ്പക്ക് അധികാരമില്ല. ഞാൻ നിനക്ക് വിവാഹം ചെയ്ത് തന്നത് ഒഴിവാക്കി എന്ന് പറയാൻ ബാപ്പക്ക് അധികാരമില്ല. അതുപോലെ നിങ്ങളിപ്പോൾ മഹല്ലത്തിൻ്റെ പ്രതിനിധിയായി ഓരോരുത്തരും വന്ന് എന്നെ ഖാദിയാക്കി. എനിക്ക് സമയവും ഒഴിവൊന്നും ഇല്ലെങ്കിലും ഞാൻ തൽക്കാലം ഒരു നിർവഹണത്തിന് വേണ്ടി അത് സ്വീകരിച്ചു. ഈ സ്വീകരിച്ച് നിങ്ങൾക്ക് ഇനി ഇന്ന ഖാദിസ്ഥാനത്ത് ഒഴിവാക്കാൻ പറ്റില്ല. ബാപ്പ മകളെ കെട്ടിച്ചെടുത്താൽ ആ മകളെ പിന്നെ ഒഴിവാക്കാൻ ബാപ്പക്ക് അധികാരമില്ല എന്ന പോലെ ഖാദിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഖാദിയെ ഒഴിവാക്കാൻ ആക്കിയവർക്ക് അധികാരമില്ല. അത്രയും ശക്തമായ ഒരു വസ്തുതയാണ് ഖാദി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഇവിടെ ഖാദിയായാലും ബുദ്ധിമുട്ടുള്ളത് മൊത്തത്തിൽ പെരുന്നാൾ വരുമ്പോഴും റമദാൻ വരുമ്പോഴൊക്കെ ഹനഫി ഉലമാക്കൾ എങ്ങനെയാണ് വിധിക്കുന്നത്, അവരെങ്ങനെയാണ് മാസം കാണുന്നത്, അതനുസരിച്ചാണ് ഹനഫികളെ പെരുന്നാളും നോമ്പെല്ലാം കഴിക്കുക. നമ്മളാവട്ടെ അത് നോക്കാതെ കേരളത്തിലെങ്ങനെയുള്ളത്, ഉള്ളാളത്ത് എങ്ങനെയുള്ളത്, മംഗലാപുരത്ത് എപ്രകാരമാണ്, ഇത് മാത്രമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ സമയം വരുമ്പോൾ കഴിവിൻ്റെ പരമാവധി ഭിന്നിപ്പില്ലാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അല്ലാഹു തആല നമുക്ക് ഈ ഖളാഇൻ്റെ പേരിൽ ഇവിടെ ദീനിൻ്റെ പല പ്രവർത്തനങ്ങളും ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർന്നു തരട്ടെ. മറഹൂം കോയമ്പത്തങ്ങൾക്ക് അല്ലാഹു തആല ദറജ കൊടുക്കട്ടെ. താജുലമക്ക് അല്ലാഹു ദറജ കൊടുക്കട്ടെ. അതുപോലെ നമ്മളോട് വിട്ടുകഴിഞ്ഞു പോയ എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും മുത്തഅല്ലിമീങ്ങൾക്കും അല്ലാഹു തആല പുറത്തു കൊടുത്ത് അവരെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഞാൻ ഇനി പ്രസംഗിക്കുന്നില്ല, നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഞാൻ കുറച്ചു കാലമായി രോഗത്തിൽ കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് അല്ലാഹു തആല എനിക്ക് സുഖം തന്നു. ഇപ്പോൾ ചെറിയ ഒരു അസുഖം മാത്രമാണ് ബാക്കിയുള്ളത്. നടക്കാൻ കുറച്ച് സൗകര്യമായിട്ടില്ല. ബാക്കി എല്ലാ നിലക്കും അല്ലാഹു തആല
രോഗം മാറ്റി തന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഞാനും ദുആ ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാർ 300-ലധികം ആളുകളെ ഇപ്പോൾ ജനാസ കിട്ടിയെന്നാണ് പറയുന്നത്. വയനാട്ടിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം. എങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായത്? എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ വെള്ളം വന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോയി. അങ്ങനെ 10-300 മയ്യത്ത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി എത്ര ഉണ്ട് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് കണക്കാക്കിയതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല, അറിയാനും സാധ്യമല്ല. അല്ലാഹു തആല കണക്കാക്കിയ സമയത്ത് കണക്കാക്കിയ പോലെ വരും. അതുകൊണ്ട് ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. മരിക്കുന്ന സമയത്ത് ഈമാൻ ശരിയായ നിലക്ക് ഉള്ള നിലയിൽ മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ വയനാട് പ്രളയത്തിൽപ്പെട്ട് മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്കെല്ലാം അല്ലാഹു തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തആല ഐശ്വര്യവും സലാമത്തും റാഹത്തും ക്ഷമയും നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ ആളുകളും പ്രത്യേകമായി ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് അഹ്മദ് കോയമ്പത്തങ്ങൾ മർഹൂം, അവർക്ക് വേണ്ടി 10 തഹ്ലീൽ ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ചൊല്ല്. ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു 10 സ്വലാത്ത് ഞാൻ ചൊല്ലിത്തത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ചെറിയ 10 പ്രാവശ്യത്തായി اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد كما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. SOSന്റെ വക SOSന്റെ വക വയനാട് ദുരന്തത്തിന് ആവശ്യമായ സഹായം ചെയ്യുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതുപോലെ നമ്മൾക്ക് മദ്രാസിലെ അജീസ് ചേട്ടോ ഇന്ന് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം 5 ലക്ഷം രൂപ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.
Now I would like to launch